മോനെ, എന്താ മോൻ്റെ പേര്? മാർക്കോ. മോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആരുമില്ല. അയ്യോ, അതെന്ത് പറ്റി? അതിപ്പോൾ ഞാൻ ഒരു റിവെഞ്ച് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണേ. പക്ഷേ അവന്മാരെല്ലാം കൂടെ എൻ്റെ കുടുംബത്ത് കയറി വന്ന് റാംപേജ് ആക്കിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും പോയി. അതെ, ഇന്ന് പറയാൻ പോകുന്നത് ഒരു റിവെഞ്ച് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട് സ്വന്തം കുടുംബത്തെ മൊത്തം കുട്ടിച്ചോറാക്കിയ ഒരു ധീര പോരാളിയുടെ കഥ, മാർക്കോ. അത് വല്ലാത്തൊരു കഥയാണ്. കാഴ്ചയില്ലാത്ത വിക്ടർ റെസ്ലിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്താണ് പടം തുടങ്ങുന്നത്. വിക്ടറിന് കമൻട്രി പറഞ്ഞു കൊടുക്കാൻ ഇനി അങ്ങോട്ട് പടത്തിൽ കാണാനേ പറ്റാത്ത 10 മിനിറ്റ് പോലും റോളില്ലാത്ത വസീം എന്ന കൂട്ടുകാരനും. വസീമിൻ്റെ ചേട്ടൻ എന്തോ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി മൂലധനം അന്വേഷിച്ചാണ് നടക്കുന്നത്. ബാപ്പാൻ്റെ കാശെടുത്ത് തിരിച്ചു മറിക്കാനാണെന്ന് വെച്ചാൽ ഈ ചെക്കൻ്റെ സമ്മതം കൂടെ വേണം. അതവൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവൻ സമ്മതിക്കുന്നില്ലെന്ന് കാണുമ്പോൾ അവൻ്റെ ഇക്ക തന്നെ തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന റസലിനോട് പറയും, അങ്ങ് തീർത്തേക്കാൻ പറയും. എന്ത് സ്നേഹമുള്ള ചേട്ടനാണല്ലേ. അങ്ങനെ റസൽ വരുന്നു, അവനെ കൊല്ലുന്നു. അങ്ങനെ ഈ കൊലയ്ക്ക് ദൃക്സാക്ഷിയാകുന്നത് കണ്ണ് കാണാത്ത ഈ വിക്ടറും. ആദ്യം ശവം കണ്ടതാണ്, അത് നമ്മൾ തന്നെ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും റസൽ ഒരു മാന്യനാണ്. കാഴ്ചശക്തിയില്ലാത്ത ഒരുത്തനെ കൊല്ലാൻ അവൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് വിക്ടറിനെ അവിടെ വെറുതെ വിടുന്നു. പക്ഷേ വിക്ടർ അവൻ്റെ മണം പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ പോലീസുകാരോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിക്ടർ വസീമിൻ്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാവും റസൽ വരുന്നത്. റസൽ വന്നതും വിക്ടറിന് അപ്പോഴേ മണം കിട്ടും. അങ്ങനെ ഏതാണ്ട് സംഭവങ്ങളൊക്കെ വിക്ടറിന് മനസ്സിലായി കഴിഞ്ഞു. ഇത് പറയാൻ വേണ്ടി തൻ്റെ കാമുകയെ വിളിച്ച് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം സസ്പെൻസ് ആക്കി വെക്കും. എന്നാൽ പിന്നെ ചെക്കൻ അന്നേരം ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷേ അപകടം മണത്തറിയാൻ റസലിന് നല്ല കഴിവുണ്ടായിരുന്നു. അപ്പോഴേ വിക്ടറിനെ അവിടെ നിന്ന് തൂക്കും. ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത റസൽ അപ്പോഴേ വിക്ടറിന്റെ കഴുത്തെ പിടിച്ച് പൊക്കി അവിടെ ഒരു ഗ്ലാസ് ടാങ്കിലിരുന്ന ആസിഡിനകത്തോട്ട് വലിച്ചെറിയും. കട്ടക്കലിപ്പ് തന്നെ. അതിനുശേഷമാവും റസലിന്റെ അച്ഛനായ മുഖത്ത് യാതൊരു ഭാവവും വരാത്ത ടോണിയെ കാണിക്കുന്നത്. ഹലോ വേൾഡ്, ഐ ആം റോബോ. സ്പീഡ് 1 THz, മെമ്മറി 1 ZB. ടോണിയുടെ ഇൻട്രോ സീൻ തന്നെ ഒരുത്തൻ്റെ അണ്ണാക്കിലേക്ക് ഗണ്ണിറക്കി വെച്ച് പൊട്ടിക്കുന്ന സീനാണ്. എന്നിട്ട് ഇയാൾ മേളിയും താഴട്ടിറങ്ങി വന്നിട്ട് പറയും, മകനെ, നമ്മൾ തെറ്റ് ചെയ്യരുത്, തെറ്റിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കരുത്, നന്മയുള്ളൊരു ലോകമാണ് നമുക്ക് ആവശ്യം. അതങ്ങനെ ഒരു നന്മയോളി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊന്നെടുക്കാൻ എലിയും പൂച്ചയൊന്നുമല്ല. കുട്ടികളെ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണ്. ശരത്തിന്റെ എണ്ണം പുറത്ത് വരാതിരിക്കാൻ നാട്ടിൽ യുദ്ധം അടിയേണ്ട ആവശ്യമൊന്നുമില്ല. കൈയൊക്കെ ഉണ്ടല്ല കാര്യങ്ങൾ നേടേണ്ടത്. ശേഷം കാണിക്കുന്നത് വിക്ടറിൻ്റെ വീട്. പട്ടിയുടെ പിന്നാമ്പുറത്തുനിന്ന് ക്യാമറ പൊങ്ങിയാണ് ജോർജിൻ്റെ മുഖം കാണിക്കുന്നത്. ജോർജ് എന്തെന്ന് ചോദിച്ചപ്പോൾ ഈ പട്ടിയുടെ പിന്നാമ്പുറം കാണിച്ചത് എന്ത് കാര്യത്തിനാണാവോ? ജോർജിൻ്റെ സഹോദരനാണ് ഈ വിക്ടർ. ഇനി ഇവർ അച്ഛനെടുത്ത് വളർത്തിയ മറ്റൊരു മകനും കൂടിയുണ്ട് അവിടെ. അതാണ് നമ്മുടെ നായകൻ. അയ്യോ, അതിന് മോള് പേടിക്കണ്ട മോളെ. മാർക്കോച്ചായം വരും, എല്ലാം ശരിയാക്കി തരും, ഉറപ്പ്. ശേഷം അനിയൻ്റെ മരണാനന്തര ചടങ്ങിന് പങ്കെടുക്കാൻ മാർക്കോ വരുന്നു. സൂട്ടും കോട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് ഇയാൾ ഇവരുടെ ഫോട്ടോഷൂട്ടിന് പോവാണോ? പോരാത്തതിനൊരു സ്ലോ മോഷനും. സൂട്ട് നന്നായിട്ടില്ലേ, ഒരു ഫോട്ടോ എടുക്കുന്നോ? എന്റെ വിക്ടറിനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ ഞാൻ കൊല്ലും. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും, തീ കൊണ്ട് പൊതിയും, മണ്ണ് കൊണ്ട് മൂടും. ഇത്രയും ഡയലോഗൊക്കെ അടിച്ചിട്ടും ജോർജ് മാർക്കോയെ മൂക്കി വിടും. പള്ളി കയറി ഒന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിളിച്ചു പറയാൻ നീ ആരാടാ? വിധിയുടെ കൈകൾ കറിയില്ലല്ലോ. എന്റെ അമ്മ മറിയ 3 പ്രസവിച്ചിട്ടുള്ളൂ. വിക്ടർ ആൻസിയും പിന്നെ ഞാൻ. നീ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടിപ്പോടാ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. വിക്ടറിന്റെ മരണത്തിൽ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതുപോലെ കണ്ണു കാണാത്ത ഒരു പാവം പയ്യനെ ആസിഡിൽ നോക്കി കൊല്ലാൻ മാത്രമുള്ള ക്രൂരത ഇവിടെ ആർക്കുമില്ല. അതിന് നിങ്ങളാരേലും ആണെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലേ. കൊന്നാളാണിത് നായിക്കുന്നതായിരിക്കും പറ്റും. മരണത്തെക്കാൾ വലിയ ശിക്ഷ എന്താണ് ഞാൻ അറിയിച്ചോളാം. ഉവ്വേ, ചെയ്യും. എന്നിട്ട് ഈ പൊട്ടൻ മാർക്കോ അവൻ്റെ അനിയനെ കൊന്നവൻ്റെ കൂടെ തന്നെ കേരളം മൊത്തം കറക്കവാ. എന്തിനാ? അനിയൻ്റെ കൊലയാളെ കണ്ടുപിടിക്കാൻ. ഇനി വല്ല ട്രിപ്പ് മോഡും ഓണായിരുന്നോ എന്നും അറിയില്ല. കറക്കത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല.
വഴികാട്ടിയായി വലം കൈയായി റസലും ഉണ്ട്. ജോർജ് ആണെങ്കിൽ അനാഥപ്രദത്തെ പോലെ ഞായറാഴ്ചയായ ഒരു ലിറ്ററൊക്കെ ആയിട്ട് ഏതെങ്കിലും പറമ്പിൽ പോയിരിക്കുന്നവന്മാരെ ചറപറാന്ന് വെടിവെച്ചവൻ കൊല്ലുകയാണ്. ഇത് തന്നെയാണ് ഇയാളുടെ പണി. ബാറിൻ്റെ സൈഡിൽ ഇരിക്കുന്നവനെ കൊല്ലുക, പറമ്പിൽ നിന്ന് ചീട്ട് കളിക്കുന്നവനെ കൊല്ലുക. പാവം പിടിച്ചവന്മാർ പെണ്ണുമ്പിള്ളെ പിടിച്ച് ഏതെങ്കിലും പറമ്പിൽ പോയി നടിക്കാമെന്ന് വെച്ചപ്പോൾ അതിന് സമ്മതിക്കത്തില്ല. കാലമാടൻ. അങ്ങനെ പോകുമ്പോഴായിരിക്കും ടോണിക്ക് ആ ചെക്കനെ കൊന്നതും പോരാഞ്ഞിട്ട് ജോർജിൻ്റെ സ്വർണവും കൂടെ വേണം. അതും ടോണി തട്ടിയെടുക്കും. അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. ഓവേ, നിങ്ങൾ വണ്ണാൻ പോകുന്ന വണ്ണലൊക്കെ നമുക്കറിയാം. ഏതെങ്കിലും പാവം പിടിച്ചവന്മാരുടെ നെഞ്ചത്ത് കയറാനല്ലേ. പക്ഷെ അങ്ങനെ ആരെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റസമ്മതം നടത്താൻ ഒരുത്തൻ വന്നു. അവൻ വന്ന് ജോർജിനെ പിച്ചാത്തിക്ക് 2 കീറും കീറി വെച്ച് സ്ഥലം വിടുന്നു. ഇത് മാർക്കോ അറിയുന്നു. പെട്ടെന്ന് മാർക്കോ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അപ്പോഴും കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസും സ്ലോ മോഷനും. എന്തിനോ ഒരു ജന്മം. അപ്പോഴാകും ഒരു യൂട്യൂബർ വന്ന് വിക്ടറിനെ കൊന്ന വിഷ്വൽസ് എല്ലാം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ പോലീസുകാരനെ ദയിപ്പിക്കുന്നത്. കിട്ടിയ അന്നേരം തന്നെ മേലുദ്യോഗസ്ഥന് അയാൾ അത് കൈമാറുന്നു. പക്ഷേ അയാൾ ടോണിയുടെയും ടീമിൻ്റെയും ആളായിരുന്നു ഗൈസ്. അത് കിട്ടിയ പാടെ അയാളെടുത്ത് ഡംപ് ചെയ്യുന്നു. ടോണിയോട് നല്ല ആത്മാർത്ഥതയുള്ള പോലീസുകാരനാ. ഒന്ന് തല്ലിപ്പൊട്ടിച്ചു പോലും കളയാതെയാണ് അതിനകത്തിട്ടേക്കുന്നത്. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലേ. അതിനുശേഷമാണ് മാർക്കോ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കണ്ടുമുട്ടലിന് പുറകിൽ സ്നേഹപ്രകടനങ്ങളൊന്നുമല്ല, ഒരു തേപ്പ് മണക്കുന്നുണ്ടല്ലോ. ഇവിടെയുള്ളവരൊക്കെ നിന്നെ വെറും അന്യനായി കണ്ട് ഒഴിവാക്കാണ്. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ആ കൊച്ചു ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നു. അവള് പോണെ പോട്ടറാ, നമുക്ക് വേറെ ആളെ നോക്കാം. നായർ യുവതി മൂലം വെളുത്ത നിറം. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോഴാവും മറ്റൊരു കൊടൂര ടിസ്റ്റ്. എന്താന്ന് വെച്ചാൽ ആ പോലീസുകാരൻ ഈ തെളിവെല്ലാം അടങ്ങുന്ന വീഡിയോ മറ്റൊരാളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ അത് ജോർജിനെ കാണിക്കുന്നു. ജോർജ് അപ്പം തന്നെ മാർക്കോയെ വിളിച്ച് പറയുന്നു. മാർക്കോ അപ്പോഴും റസലിൻ്റെ കൂടെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മോനെ, ചെകുത്താനും കടലിലും നടുക്കായി പോയല്ലോടാ നീ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അങ്ങനെ മാർക്കോയെ അവിടെ കെട്ടിയിട്ടിട്ട് റസൽ അവിടുന്ന് മൂത്രം ഒഴിക്കും. എന്നിട്ട് മാർക്കോയുടെ കൂട്ടുകാരൻ്റെ കൈ വെട്ടി മാറ്റും. അപ്പോഴേക്ക് മാർക്കോയുടെ വായിലേക്ക് ഒരു കത്തി കിട്ടും. പിന്നെ ആ കത്തി കൊണ്ടുള്ള അഴിഞ്ഞാട്ടമാണ്. പിന്നെ ആ വില്ലന്മാരെല്ലാം ഇടിച്ചിട്ടിട്ട് റസലിനെ ഇടിച്ചൊരു മൂലയ്ക്ക് കൂട്ടി എന്നിട്ട് ഓടിപ്പോയി കാറിനകത്ത് കയറി കഥ കടയ്ക്കും. നിനക്ക് വേദനിക്കട്ടോ? ഇല്ലടാ, ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന. ദൈവം നമുക്ക് 2 കൈ തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സീനില്ല മാർക്കോ. അപ്പോഴേക്കും മാർക്കോ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി റസലിനെ കൊല്ലാൻ പോകുമ്പോഴേക്ക് റസൽ പറയും വിക്ടറിന്റെ പെണ്ണ് ഗർഭിണിയാണെന്ന്. എന്തരടേ ഇത്, ഒരുമാതിരി സീരിയൽ കഥ പോലെ. അപ്പോഴേക്ക് ടോണി ചായനൊരു ബൊക്കയൊക്കെ കൊടുത്ത് കൊച്ചിനെ കളത്തും. എന്നിട്ട് മാർക്കോയ്ക്ക് ഒരു ചലഞ്ച് കൊടുക്കും. ഞാൻ പറഞ്ഞു വിടുന്നവരെയൊക്കെ തല്ലി തോപ്പിച്ച് എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്താൽ 1000 രൂപയും അവളെയും കാണിച്ചു തരാമെന്ന്. ഉടനെ തന്നെ മാർക്കോ അവിടെ പോയി വമ്പ ഫൈറ്റ്. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് മേളിൽ ചെന്നപ്പോഴത്തേക്കും ഇതേത് കൊണ്ടാരാണ് പുതിയ കുരിശി. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. അതേ ഗായ്സ്, ടോണി ചായൻ നമ്മുടെ മാർക്കോയെ മൂഞ്ചിച്ചതാണ്. എനിക്ക് സ്ത്രീകളിലെ മാത്രമല്ല താല്പര്യം. കാമാന്തക, കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി അണ്ടകടാക. എന്റെ ഈ കൈ കൊണ്ട് ആരിലും ലഹരി പടർത്താൻ എനിക്ക് കഴിയും. അങ്ങനെ ഇപ്പം താൻ ഒരുപാട് ലഹരി പടർത്തണ്ടെന്നും പറഞ്ഞ് ആ കൈ അങ്ങ് മാർക്കോ അപ്പോഴേ വെട്ടിക്കളയും. എന്നിട്ട് ആ കൈ റസലിനെ മറിച്ച് വിറ്റ് ആ കൊച്ചിനെ അങ്ങ് തിരിച്ചു മേടിക്കും. എന്നിട്ട് ടോണി ഇരിക്കുന്ന ലൊക്കേഷൻ റസലിന് വാട്സാപ്പ് ചെയ്ത് കൊടുക്കും. അവിടെ ചെന്നപ്പോഴാവും ടോണിക്ക് കെണി വെച്ചേക്കുന്നത് റസൽ കാണുന്നത്. അങ്ങനെ ഈ കെണിയൊക്കെ ഒരുവിധം റസൽ എന്ന് അഴിച്ചു കൊണ്ടുവന്നപ്പോഴാകും ഒരു പറുകാലി പോയി ഡോറങ്ങ് തുറക്കുന്നത്. ഏതാ ഇവൻ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആപ്പയൊപ്പം സ്ഥലത്തൊന്നുമല്ല ബോംബ് കൊണ്ട് വെച്ചേക്കുന്നത്. ടോണിച്ചായൻ്റെ കോതമംഗലത്ത് കൊണ്ടൊരു ബോംബ് വെച്ചിട്ടുണ്ട്. എനിക്ക് നിൽക്കാൻ മുടിയില്ല, നടക്കാൻ മുടിയില്ല. പെരിയ 2 ഗുണ്ട് കുണ്ടിക്കുള്ള ഇരിക്കുന്നത് തോന്നുന്നത്. അങ്ങനെ കോതമംഗലം പൊട്ടിത്തെറിച്ച് ടോണിച്ചായ മരിക്കുന്നു. അങ്ങനെ ടോണിയെ കൊന്ന സന്തോഷത്തിലിരിക്കുമ്പോഴാവും ഡോക്ടർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ഒരുക്കും. 2 പെട്ടി മേടിക്കാൻ മറക്കണ്ട.
അങ്ങനെ ആ വീട്ടിലേക്ക് ആയുസ്സെടുത്ത 2 ഡോക്ടർമാരും കൂടെ വന്നെത്തുന്നു. അപ്പോഴാവും റസൽ ചെന്ന് ടോണി ലഹരി പടർത്തിയ വകയിലുള്ള സൈറസിനെ പോയി കാണുന്നു. ചേട്ടാ നമ്മുടെ അച്ഛനെ അവൻ കോത്തായത്തി ബോംബ് വെച്ച് പൊട്ടിച്ചെന്ന് പറയും. അങ്ങനെ കശാപ്പ് കടക്കാരനായ സൈറസ് ഇറങ്ങിത്തിരിക്കുകയാണ് പ്രതികാരത്തിന്. അങ്ങനെ ഒരു വലിയ പട തന്നെ ജോർജിന്റെ കുടുംബത്തിലോട്ട് ഇടിച്ചു കയറി വരുന്നു. നിങ്ങൾ ആരും പേടിക്കണ്ട. ഇരുട്ടിൽ ഈ വീട് പുറത്തുനിന്ന് വന്നവരെക്കാൾ പരിചയമാണ് ജോർജിന്. ഇപ്പം ആ വീട്ടിലെ കക്കൂസ് എവിടാണോ അടുക്കള എവിടാണെന്നോ പോലും തിരിച്ചറിയാത്ത അവസ്ഥ. എൻ്റെ ജോർജ് ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? അങ്ങനെ ഓമാർ വീട് കയറി ഓരോരുത്തരെയായിട്ട് കൊന്നു തള്ളുന്നു. അവിടുത്തെ ഇച്ചയുടെ മുഖം വലിച്ചു കീറുന്നു. ജോർജിൻ്റെ കയ്യിലും കാലയിലും ഒക്കെ പിച്ചാത്തി കൊണ്ട് കയറ്റുന്നു. ഇതിലെ വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ മാർക്കോയെ തേച്ചിട്ട് പോയ പെണ്ണിനെ മാർക്കോ പോയി കണ്ണും കൈയും കാണിച്ച് അതും ഇതുമൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. അവളെയും കൊണ്ട് കൊലയ്ക്ക് കൊടുക്കും. എന്താ ചെയ്യുക, പാവം പിടിച്ചോളെ ജീവനും കൊണ്ട് പോയതായിരുന്നു. അങ്ങനെ ഇവരെ എല്ലാം കൊന്നു തള്ളുമ്പോഴും നമ്മുടെ ധീരനായ മാർക്കോ എവിടെയാന്ന് വെച്ചാൽ ദേദ്യം തല്ലുകൊള്ളുന്നു. എടോ ഇയാളല്ലേടോ വന്നപ്പോൾ പറഞ്ഞ ഇവന്മാരെയൊക്കെ എണ്ണയിലിട്ട് പൊരിക്കും, കടുക് പോലെ വറുക്കും, പെട്രോളിലിട്ട് കലക്കുമെന്നൊക്കെ. ഇങ്ങനെ തല്ലു കൊള്ളാനാണെങ്കിൽ ഇങ്ങനെ കണ്ണച്ചാ വർത്താനം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ ഇപ്പോൾ ഇവന്മാരെ കണ്ടപ്പോൾ നിൻ്റെ കൈ പൊങ്ങുന്നില്ലേ? അടിക്കടാ. അയ്യേ, ഇതിലും നല്ലത് നമ്മുടെ മിഖായിലെ മാർക്കോയായിരുന്നു. പുള്ളിയായിരുന്നെങ്കിൽ 2 ഡയലോഗെങ്കിലും അടിച്ച് സൈറസിനെ ഒന്ന് വിറപ്പിച്ചേനെ, അറപ്പിച്ചേനെ. തിന്നിടത്തല്ലേ തീർന്ന് തീട്ടം പരിശോധിക്കാൻ വന്ന വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ചാ തീർന്നു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. അങ്ങനെ ആ ഡോക്ടർമാരെയും കൊന്ന് ആ പെണ്ണിൻ്റെ പ്രസവം എടുത്ത് ആ കുഞ്ഞിനെയും കൊണ്ട് സൈറസ് അങ്ങ് പോകുന്നു. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ആസിഡിൻ്റെ ഒരു ഓരത്ത് കൊണ്ടങ്ങ് വെക്കുന്നു. പിന്നീട് ഇവരെ എല്ലാം കൺമുമ്പിൽ വെച്ച് കൊന്ന സന്തോഷത്തിൽ മാർക്കോ റിവെഞ്ചിനിറങ്ങുന്നു. റിവെഞ്ച് ചെയ്യാനുള്ള 101 വഴികളെക്കുറിച്ചാണ് മാർക്കോ നമ്മളെ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ എണീറ്റ് പോയി കുളിക്കുക. പിന്നീട് സൈറസ് ശരീരത്തിലുണ്ടാക്കിയ തിരുമുറിവുകളെല്ലാം തുന്നിച്ചേർക്കുക. സൂചി ദൂലമൊക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. എങ്ങനെയുണ്ട്. അതിനുശേഷം വേണ്ടാത്ത കുറേ രോമങ്ങൾ അരിഞ്ഞു കളയുക. പിന്നീട് കോട്ടും സൂട്ടും എടുത്ത് അണിയുക. രാത്രി ആയതുകൊണ്ട് സൺസ്ക്രീമിൻ്റെ ആവശ്യം വന്നില്ല, ഭാഗ്യം. എന്നിട്ട് നമ്മുടെ സ്പെഷ്യൽ ബ്രാൻഡായ മാർക്കോ സ്പ്രേ എടുത്ത് ഇടം വലം ഒന്ന് പൂശുക. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളി. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. അങ്ങനെ സൈറസ് നോക്കിയിരിക്കുമ്പോഴാവും ഒരു പട്ടി കയറി വരുന്നത്. പിന്നീട് ഇവിടെ ഒരു പൊട്ടിത്തെറി. ഈ പട്ടിയുടെ എവിടെയാണോ ബോംബ് വെച്ചത്? ഇനി ടോണിച്ചായൻ്റെ പോലെ കാണും. അങ്ങനെയാവില്ല. അങ്ങനെ അവിടെയുള്ള 100-100 പേരുടെ തലയിൽ ചവിട്ടി സൈറസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ സൈറസിനെ എടുത്ത് താഴെ എറിഞ്ഞതിന് ശേഷം 19 ഗുണ്ടകളുടെ നടുക്ക് മാർക്കോ ഒറ്റയ്ക്ക്. മാർക്കോ ഫ്രണ്ടിലുള്ളവരെ അടിക്കാൻ പോകുമ്പോൾ ബാക്കിലുള്ളവർ പുറകിലേക്ക് മാറുന്നു. എൻ്റെ സൈറസ്, നീ ഈ കള്ളും ഫുഡും ഒക്കെ മേടിച്ചു കൊടുത്ത് ഇമാതിരി ഓരോ മാടുകളെയാണല്ലോ വളർത്തിയത്. മാർക്കോ ഫ്രണ്ടിൽ നിന്ന് അടിക്കുമ്പോഴും ഇവന്മാർ പുറകിൽ നിന്ന് കാഴ്ച കാണുന്നു. എന്തൊരു ജാതി ടീമുടായത്. മാർക്കോയെ പോയി തല്ലാൻ കഴിവില്ലെങ്കിലും മാർക്കോയുടെ തുണി വലിച്ചു കീറാൻ നല്ല മിടുക്കുണ്ടായിരുന്നു ഇവന്മാർക്ക്. എടാ ഇതൊക്കെ പ്രകൃതി വിരുദ്ധമാണടാ. പിന്നീട് അവിടെ അത്രയും പേര് നിരന്ന് നിന്നിട്ടും ആരും കാണാത്ത ആ കാഴ്ച മാർക്കോ കണ്ടു. മറ്റാരുടെയും കണ്ണിപ്പെടാഞ്ഞത് ഭാഗ്യം. ഇത്രയും പേരുണ്ടായിട്ട് ഇതൊന്നും ആരും കണ്ടില്ലടേ. ഇതേ പിന്നെ യുവന്മാർ, എടാ അവൻ മുമ്പിലോട്ടല്ലേ വെടി വെക്കുന്നത്, പുറകിൽ പോയി അടിയടാ, ആ കത്തിയെങ്കിലും ഒന്ന് വലിച്ചെറിയടാ. ഗുണ്ടകളാണ് അത്ര ഗുണ്ടകൾ. അങ്ങനെ യുവന്മാരെ എല്ലാം തല്ലിക്കൊന്ന് റസലിന്റെ കൈയും വലിച്ചു കീറി. എന്റെ കൈ നീളും ഡബറാ. ഹാർട്ടും വെളിയിലെടുത്ത് സൈറസിന്റെ തലയും വെട്ടിക്കളഞ്ഞ് ഒരു നടപ്പുണ്ട്. യാ മോനെ, ഇമാര് കുടുംബത്ത് കയറി വന്ന് ഈ കാട്ടായം കാണിച്ചപ്പോൾ ഇതൊക്കെ എവിടെയായിരുന്നു? ശേഷം ഇത്രയും കലാപമൊക്കെ ഉണ്ടായിട്ടും വിവരമില്ലാത്ത ഈ മാർക്കോ ആ ചെറുക്കനെ ആരും ഇല്ലാത്തൊരു ബീച്ചിൽ ഒറ്റയ്ക്ക് അവിടെ കളിക്കാൻ വിട്ടിട്ട് ഇപ്പുറത്ത് വന്നൊരു സിഗ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും 5-6 കാറ് വരുന്നത്. മാർക്കോ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചെക്കനെ കാണുന്നില്ല. ചെക്കനെ ആരെ തട്ടിക്കൊണ്ട് പോയത്? ടോണിച്ചാൻ ലഹരി പടർത്തിയ വകയിൽ വല്ലതും ആർക്കറിയാം. ഇതറിയാൻ നമുക്ക് കാത്തിരിക്കാം മാർക്കോ 2-നായി. ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല രീതിയിൽ ചീത്തപ്പേര് കേട്ടൊരു പടമാണ് മാർക്കോ. ഈ പടം കണ്ടാണ് പുതിയ പിള്ളേർ വഴിതെറ്റുന്നെന്നാണ് പറച്ചിൽ. അതിനോട് 100% ഞാൻ യോജിക്കുന്നില്ല. ഇവിടുത്തെ നിയമത്തിൻ്റെ കുഴപ്പത്തിന് മാർക്കോയെ പറഞ്ഞിട്ടെന്താ കാര്യം? മാർക്കോ കണ്ടിട്ട് അതുപോലെ കാണിക്കാൻ ഇറങ്ങിയാൽ അതിലും വലുത് കാണിക്കാൻ ഇവിടെ ഒരു നിയമമുണ്ടെന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റും. അന്നല്ല ശരിയാവും. കാര്യം പറയാൻ പറ്റില്ല.